നമ്മുടെ ജീവിതത്തോടും സംസ്കാരത്തോടും വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. പരശുരാമൻ മറുകറിഞ്ഞുണ്ടായതാണ് കേരളം എന്നുള്ള കഥയിൽ തുടങ്ങിയാൽ മുത്തശ്ശി കഥകളും കെട്ടുകഥകളും ഒക്കെ കൊണ്ട് വാർത്തെടുത്ത ഒരു കുട്ടിക്കാലം, പിന്നീട് ചിത്രകഥകളൊക്കെ കൊണ്ട് വർണ്ണശബ്ദമായ ഒരു ബാല്യം, പൈങ്കിളി കഥകളും യാത്രാ വിവരണങ്ങളും ഒക്കെ കൊണ്ട് ധന്യമായ ഒരു യൗവനം, മലയാളിക്ക് നഷ്ടപ്പെട്ട പുസ്തകങ്ങളുടെ മണമുള്ള ഒരു വിദ്യാലയ കാലഘട്ടത്തിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. ഈ പുതിയ ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ വായനശീലം മറിച്ചുകൊണ്ടിരിക്കുമല്ലേ? ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുകയറ്റം തന്നെയല്ലേ ഇതിനെല്ലാം കാരണം? ഈ ഇന്റർനെറ്റ് ലോകത്തിൽ സ്മാർട്ട് ഫോണിൽ വാട്സാപ്പ് ഫേസ്ബുക്ക് നോക്കിക്കാനല്ലേ നമുക്കെല്ലാം ഇഷ്ടം. വിജ്ഞാനം എന്ന് വെറുതുമ്പ് നിൽക്കുന്നു. ഗൂഗിളും വിക്കിപീഡിയൊക്കെ തുറന്ന് ഈ ലോകം തന്നെ കൈക്കൊണ്ടിൽ. ഈ ഒരു സാഹചര്യത്തിലാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ വായിച്ചവണരും വായിച്ചില്ലെങ്കിൽ വാല്യം നല്ല വാക്കുകൾ പ്രസക്തമാകുന്നത്. ഒരു മനുഷ്യൻ നശിപ്പിക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് നശിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഒരു പുസ്തകം നശിപ്പിക്കുമ്പോൾ ചിന്ത തന്നെയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് പുസ്തകങ്ങളും വായന വലിയ പങ്ക് വഹിക്കുന്നു. ഒരു പുസ്തകം വായിക്കുമ്പം വായനക്കാരൻ അതിനകത്തുള്ള കഥാപാത്രങ്ങളായി മാറി ആ കഥയിലൂടെ സ്വയം ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഈ അനുഭവങ്ങൾ തന്നെയാണ് അവൻ്റെ വ്യക്തിത്വത്തെയും ചിന്തയെയും രൂപപ്പെടുത്തി പിന്നീട് നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ചൂണ്ടുപലകളായി മാറുന്നത്. അതുകൊണ്ട് എത്ര പുസ്തകങ്ങൾ വായിച്ചു എന്നല്ല, എന്നെ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് എന്നെ നീതി എന്നുള്ളതാണ് മൂല്യം കണ്ടിട്ടുള്ളത്. ഒരു നല്ല പുസ്തകം 100 നല്ല ചങ്ങാതിമാർക്കാണ് സമം എന്നുള്ള അബ്ദുൽ കലാം എന്ന വാക്കുകൾ ഓർത്തുകൊണ്ട് നല്ല പുസ്തകങ്ങൾ വായിച്ചു വളരാം. ഇപ്പോൾ തുടങ്ങാം ചെറു കഥകളിലൂടെ, ചെറു കവിതകളിലൂടെ. വെറിയട്ടെ വായനയുടെ വസന്തം, പുലരട്ടെ നന്മയുടെ ദിനങ്ങൾ. കുഞ്ഞുണ്ണി മാഷും കുഞ്ചൻ നമ്പ്യാരും, വാക്യ മുഹമ്മദ് ബഷീർ മുതൽ മാധവക്കുട്ടിയും ബെന്യാമിനും വേറായി നിൽക്കുന്ന കേരളത്തിൻ്റെ എഴുത്തുകാരുടെ കഥകളിലൂടെ, പുസ്തകങ്ങളിലൂടെ വിജ്ഞാനത്തിൻ്റെ വാതായനങ്ങൾ നമുക്കും തുറക്കാം. ഒരു പുതിയ യോഗം പിറക്കട്ടെ. നാശം ചൂണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.